എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തനി നാടൻ കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത്, പരിപ്പ് കുത്തിക്കാച്ചിയത്. അപ്പോൾ നമുക്കിത് ചോറിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. പുട്ടിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പരിപ്പ് 2 മണിക്കൂറൊന്ന് കുതിർത്തതിന് ശേഷം ഉപയോഗിക്കാം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിലും വേവിച്ചെടുക്കാം. പക്ഷേ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോഴത് വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. പരിപ്പ് വേവാനുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് വല്ലാതെ വെന്തുടഞ്ഞ് പോകരുത്. നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം പരിപ്പൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതി. ഇതിനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 2 ടീസ്പൂൺ ചതച്ച ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയുള്ളിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു സവാളയായാലും ഉപയോഗിക്കാം. പക്ഷേ ചെറിയുള്ളി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. ആ തനി നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയുള്ളി തന്നെ എടുക്കുക. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിലല്ല ഞാനിത് ചതച്ചെടുക്കുന്നത്. നമ്മൾ ചെറിയ ഇടികല്ലുണ്ടല്ലോ, അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് കറിയാക്കി എടുക്കാം. അതിന് വേണ്ടി സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയായാലും ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി മുളകിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയും മുളകൊന്നും കരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് ഇതിനകത്തേക്ക് ആ എരിവും എല്ലാവരും കൂടി നന്നായിട്ട് യോജിച്ച് വരിക. അപ്പോൾ ഇവിടെ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. അത് വല്ലാതെ അങ്ങോട്ട് കുറുക്കി എടുക്കണം. കാരണം പരിപ്പാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് കട്ട പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ചാറോട് കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ചൂടാറി കഴിയുമ്പോഴത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചോറിനും എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്